എല്ലാ പ്രിയ കൂട്ടുകാർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് LCHF ഡയറ്റിൽ ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണം എന്തെല്ലാം ആണെന്ന് പരിചയപ്പെടുത്തുന്നു. ഇതൊരു സാമ്പിൾ മെനു ആണ്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് മാറി മാറി ഉപയോഗിക്കാം. ഡയറ്റിലേക്ക് വരുന്നവർക്ക് ആദ്യത്തെ സംശയമാണ് ചോറിന് പകരം എന്ത് കഴിക്കും ഒരു ദിവസം എന്നെല്ലാം. അതെല്ലാം ഇവിടെ ഞാൻ ചെറുതായി വിവരിക്കുന്നു. ആദ്യത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിലാണ് തുടക്കം. ബുള്ളറ്റ് പ്രൂഫ് കോഫിയാണ് നമ്മുടെ ഡയറ്റിൽ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. കൂടെ എഗ്ഗ് ഓംലെറ്റോ അല്ലെങ്കിൽ നട്ട്സോ ഉപയോഗിക്കാം. മധുരമില്ലാത്ത ചായയിലോ കാപ്പിയിലോ ചൈനീസ് ടീയിലോ അൺസാൾട്ടഡ് ബട്ടർ മിക്സ് ചെയ്ത് എടുക്കുന്ന ചായയെയാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പറയുന്നത്. ചായ ഉണ്ടാക്കുന്നതിൻ്റെ വിശദമായ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇനി ലഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കാബേജും വെള്ള റാഡിഷും അല്പം ക്യാരറ്റും ഉപ്പേരി വെച്ചതാണ്. പിന്നെ ബീഫ് ചില്ലിയും എടുത്തിട്ടുണ്ട്. ഇനി വൈകിട്ട് കഴിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് കോഫിയും നട്ട്സുമാണ്. 4-5 വാൾനട്ടും 4-5 ബദം, ഇങ്ങനെ കുറഞ്ഞ അളവിലാണ് നട്ട്സ് കഴിക്കേണ്ടത്. ഇനി പറയുന്നത് രാത്രി ഭക്ഷണത്തെക്കുറിച്ചാണ്. ഡയറ്റിൽ നല്ല റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി 8 മണിയുടെ ഉള്ളിലായിട്ട് ഭക്ഷണം കഴിക്കുക. ഇവിടെ ഉപ്പേരിയും മീൻ വറുത്തതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയും മീറ്റും മുട്ടയും ഉപയോഗിക്കാം. ഒരു ദിവസം മാക്സിമം 3 മുട്ടയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി മറ്റൊരു ദിവസത്തെ മെനുവിനെ കുറിച്ച് പറയാം. രാവിലെ ബട്ടർ കോഫിയും ബുൾസയും ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ ഉപ്പേരിക്ക് കാബേജും വെണ്ടക്കയും ചെറിയൊരു കഷ്ണം ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ മത്തി പൊരിച്ചതും. പിന്നെ വൈകിട്ട് ഒരു ബട്ടർ കോഫി. നട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഇനി രാത്രി ആഹാരത്തിന് വേണ്ടി ഒലിവ് ഓയിൽ ഒഴിച്ച സാലാഡും ഇറച്ചി വരട്ടിയതുമാണ് എടുത്തിട്ടുള്ളത്. ഒരു ദിവസം 4-5 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങ വെള്ളം നമ്മൾ കഴിച്ചിരിക്കണം. ഒരു ദിവസം 3 മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം കുടിച്ചിരിക്കണം. കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ വെള്ളമോ മോരിൻ വെള്ളമോ കഴിക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് വളരെ കുറഞ്ഞ അളവിൽ ഒരു ദിവസം ചായയിലേക്ക് ഉപയോഗിക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പികളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് വെജിറ്റബിൾസ് അല്ലെങ്കിൽ മീറ്റ്, മുട്ട, ഇത് നിങ്ങൾക്ക് ഉച്ചക്കും രാത്രിയും മാറി മാറി ഉപയോഗിക്കാം. നിങ്ങളുടെ ആവശ്യകതയും ലഭ്യതയും അനുസരിച്ച് മാറി ഉപയോഗിക്കാം. കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും LCHF റെസിപ്പി എന്തെല്ലാം ഉൾപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കാമെന്ന്. മുന്നേ ഞാൻ LCHF റെസിപ്പി ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും പുതിയ റെസിപ്പി പരീക്ഷിക്കും. സക്സസ് ആവുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഫ്രീ ആവുമ്പോൾ ഇടയ്ക്ക് ചാനൽ സന്ദർശിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡയറ്റിൽ പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. തുടക്കത്തിൽ എന്ത് കഴിക്കും, എങ്ങനെ കഴിക്കും എന്നൊരു ആകാംക്ഷ ഉണ്ടാകും. അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പികൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.